കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി സ്പോർട്സ് കൗൺസിൽ. സാമ്പത്തിക സഹായം കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണെന്ന് സുനിൽകുമാർ പറഞ്ഞു. വസ്തുതാവിരുദ്ധമാണെന്നും സുനിൽകുമാർ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നും കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി ആവശ്യപ്പെട്ടു. ഷിജോ കുര്യൻ വിവരങ്ങളുമായി. ഷിജോ, എന്താണ് സുനിൽകുമാറിനെതിരെ ഷറഫ് അലി ഉന്നയിക്കുന്ന വിമർശനം? കായിക മന്ത്രി വി അബ്ദുറഹ്മാനെതിരെയും സ്പോർട്സ് കൗൺസിലിനെതിരെയും അതിരൂക്ഷമായിട്ടുള്ള രൂക്ഷ വിമർശനമാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽകുമാർ നടത്തിയത്. അതിനുള്ള മറുപടി എന്ന രീതിയിലാണ് ഇപ്പോൾ സ്പോർട്സ് കൗൺസിൽ വാർത്താ സമ്മേളനം വിളിക്കുകയും സുനിൽകുമാറിനെതിരെ കനത്ത വിമർശനം ഉന്നയിക്കുകയും ചെയ്തത്. സുനിൽകുമാറിന്റെ ആരോപണങ്ങൾ വെറും ഒരു ചൈനീസ് പടക്കമോ അല്ലെങ്കിൽ ഒരു ഓലപ്പടക്കമോ മാത്രമായി കണ്ടാൽ മതിയെന്നുള്ള പ്രതികരണമാണ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി നടത്തിയത്. കായിക മന്ത്രിക്കെതിരെയും സ്പോർട്സ് കൗൺസിലിനെതിരെയും പറയാൻ സുനിൽകുമാർ ആരാണ് എന്നുള്ള ചോദ്യം കൂടി സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി ചോദിച്ചു. അദ്ദേഹത്തിന്റെ ആരോപണം പൂർണ്ണമായിട്ടും വസ്തുതാവിരുദ്ധമാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കേരളത്തിലെ വിവിധ കായിക സംഘടനകൾക്ക് 4,000 കോടിയിലധികം രൂപ 4.5 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക സഹായങ്ങൾ സ്പോർട്സ് കൗൺസിൽ വഴി ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കണക്ക് നിരത്തി സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി പറയുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വി അബ്ദുറഹ്മാൻ മന്ത്രിയായതിനു ശേഷം ഒരു തരത്തിലുമുള്ള സാമ്പത്തിക സഹായം കായിക സംഘടനകൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് യു ഷറഫ് അലിയുടെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സുനിൽകുമാറിന്റെ ആരോപണം. അതിനുള്ള മറുപടി കൂടിയാണ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി നൽകിയത്.